സംസ്ഥാന സർക്കാർ വിശ്വകർമ്മ സമൂഹത്തെ അവഗണിക്കുകയാണെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വിശ്വകർമ്മജരുടെ പെൻഷൻ ആനുകൂല്യങ്ങളും ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളും നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി വി മുരളീധരൻ പറഞ്ഞു. ബിജെപി സ്ഥാനാർത്ഥി പട്ടികയിൽ വിശ്വകർമ്മജരുടെ പ്രാതിനിധ്യമുണ്ടാകുമെന്നും വിശ്വകർമ്മ യോജന പദ്ധതി അവരോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യത്തിന്റെ തെളിവാണെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. കൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശ്വകർമ്മജർക്ക് അർഹമായ പരിഗണന നൽകണമെന്നും വി മുരളീധരൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ മാന്യന്മാരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അർഹമായിട്ടുള്ളതൊക്കെ നമുക്ക് എല്ലാവരും കൊണ്ടുവന്ന് തരും എന്ന് ആരെങ്കിലും കരുതിയാൽ അത് നമ്മുടെ നാട്ടിൽ നടപ്പാവാറില്ല. അതുകൊണ്ട് പാല് കിട്ടണമെങ്കിൽ നമ്മൾ കരഞ്ഞേ മതിയാവും. ശബ്ദമുണ്ടാക്കിയാൽ മാത്രമേ വിശ്വകർമ്മ സമൂഹത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം, ഞാൻ വളരെ ആലോചിച്ച് തന്നെയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്, അർഹമായ പ്രാതിനിധ്യം. കാരണം 2012 നിയമിക്കപ്പെട്ട ശങ്കരൻ കമ്മീഷൻ 2015 3 കൊല്ലങ്ങൾക്കകം വളരെ വിശദമായിട്ടുള്ള 12 ഇനങ്ങളുള്ള ഒരു റിപ്പോർട്ട്, 12 പ്രധാനപ്പെട്ട ശുപാർശകൾ, ആ ശുപാർശകൾ അടങ്ങുന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചു. ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു പിന്നാക്ക വിഭാഗ ജനസമൂഹം, ആ സമൂഹത്തിന് സംസ്ഥാനത്തെ സർക്കാർ ജോലികളിൽ അർഹമായിട്ടുള്ള പ്രാതിനിധ്യമില്ല എന്നുള്ളത് ആധികാരികമായി പഠനം നടത്തി ശങ്കരൻ കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഒരു 10 ആണ്ട് കഴിഞ്ഞു. ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ ഇതുവരെ തിരിഞ്ഞിട്ടില്ല.